ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുകയാണ് താര. അപ്പം അതിനുശേഷം കല്യാണി ഒരു ഗ്ലാസ് ഇച്ചിരി ജ്യൂസ് കുടിച്ചതിന് ശേഷം താരയോട് സംസാരിക്കുകയാണ്. ആൻറ്റിക്ക് എന്താ പറ്റിയത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? അതറിയാൻ വേണ്ടി തന്നെയല്ല ഇങ്ങോട്ട് വന്നത്. എന്ത് ചോദിച്ചാലും ഒന്നുമില്ല എന്നുള്ളൊരു മറുപടി മാത്രമേ ഉള്ളൂ. കിരണേട്ടൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അറിയാലോ. ആൻറ്റിയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്നിട്ട് ഡോക്ടർമാരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. അതിനേക്കാളും നല്ലത് എന്നോട് തുറന്നു പറഞ്ഞാൽ പോരെ? ആൻറ്റിയുടെ വിഷമം എന്താ? ഇനി കൊച്ചുമോളെ കാണാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ പോയി കാണാമല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. അതല്ല ആൻറ്റിയുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താ ആൻറ്റിയുടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ താര ഒന്നും മിണ്ടുന്നില്ല. താര കിടന്ന് ഇങ്ങനെ കരയുകയാണ്. കണ്ടോ, ആൻറ്റി വീണ്ടും കരയുന്നു. എന്താ ആൻറ്റി കാര്യം? എന്താണെങ്കിലും പറഞ്ഞൂടെ ആൻറ്റി? ആൻറ്റിയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെ കരുതിയിരിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അല്ലെങ്കിലും ആൻറ്റിയും അതേപോലെ തന്നെ കാർത്തേച്ചിയുടെ അമ്മയും അതേപോലെ കിരണേട്ടൻ്റെ അമ്മയൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ ആണ് ഞാൻ കരുതുന്നത്. അതിനെ തുടർന്ന് നിങ്ങളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കും. നിങ്ങളും എന്നെ മകളെ പോലെയല്ലേ കാണുന്നത്? ആൻറ്റി പറ, സരീനെ പോലെ തന്നെയല്ലേ എന്നെയും കാണുന്നത്? അപ്പോൾ ആൻറ്റിക്ക് എന്തുകൊണ്ട് എന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല? പറ ആൻറ്റി എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും താരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് കല്യാണി കുറച്ച് ആ ജ്യൂസ് ഇങ്ങനെ കുടിക്കുക. പകുതി മുക്കാലും ജ്യൂസ് കുടിച്ചപ്പോഴേക്കും കല്യാണിക്ക് തൊണ്ടയിലൊരു വേദന പോലെ ഇങ്ങോട്ട് വരികയാണ്. തൊണ്ടയിൽ കയറി ഇങ്ങനെ പിടിച്ചിട്ട് എന്തൊരു ബുദ്ധിമുട്ട് കാണിക്കുക. അപ്പോൾ താര പേടിച്ചു പോയി. അപ്പോൾ എന്തോ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി പറയുകയാണ്, എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു വേദന പോലെ ജ്യൂസ് കുടിച്ചതിന് ശേഷമേ. നല്ല തണുപ്പുള്ള ജ്യൂസ് ആയിരുന്നല്ലോ. ഞാനങ്ങനെ തണുപ്പുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല, എനിക്ക് തൊണ്ടവേദന വരുന്നത് കൊണ്ട്. പിന്നെ ഞാൻ ആൻറ്റിയോട് പറയാനും മറന്നുപോയി, ജ്യൂസിൽ ഐസ് ഇടണ്ടായെന്ന് പറയാൻ മറന്നുപോയി. സാരമില്ല, ആൻറ്റി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ അങ്ങോട്ട് കുടിക്കുകയാണ് കല്യാണി. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണി ഗ്ലാസ് കയ്യിലേക്ക് കൊടുക്കുക. പക്ഷേ അപ്പോഴും താര ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് മാറി ഇങ്ങനെ നിന്ന് കല്യാണി ഇങ്ങനെ നോക്കുകയാണ്. എന്താ ആൻറ്റി എന്തെങ്കിലും നോക്കുന്നത്? ആൻറ്റിക്ക് സങ്കടം ഉണ്ടെങ്കിൽ പറ ആൻറ്റി. ഞാൻ ആൻറ്റി പറയാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഉറപ്പായിട്ട് ഞാൻ പോകില്ല. എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ആൻറ്റി. അപ്പം എൻ്റെ അമ്മയ്ക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാനത് അറിയണ്ടേ? അപ്പം അതുകൊണ്ട് ആൻറ്റി പറയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. അങ്ങനെ താര വീണ്ടും കണ്ണീരൊക്കെ തുടച്ചിട്ട് നേരെ മുന്നോട്ട് പോവാണ്. അപ്പം കല്യാണിക്ക് മനസ്സിലായില്ല, നമ്മളോട് പറയാൻ പറ്റാത്ത എന്തോ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിതുമ്പുകയാണ് ആൻറ്റിക്ക്. അതുകൊണ്ടാണ് ആൻറ്റി പറയാത്തത്. പക്ഷെ എങ്ങനെ അറിയും? ആൻറ്റി പറയാതിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നത്? ഒന്നും പറ്റുന്നുമില്ലല്ലോ എന്നൊക്കെ കല്യാണി വിചാരിച്ച് അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം തന്നെ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ശാരിയാണെങ്കിൽ, മോളെ എന്താ മോളെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, ഇനിയിപ്പോൾ അവൾ ചതിക്കോ? എനിക്ക് തോന്നുന്നില്ല അവൾക്ക് വിഷം കൊടുക്കുമെന്ന്, അവൾ കാലുമാറുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിങ്ങളൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഞാനിവിടെ ഓരോ ആകാംക്ഷയോട് കൂടി തന്നെ ഇരിക്കുകയാണ്. ഇപ്പം മെസ്സേജ് വരുമെന്ന്. അതിൻ്റെ ഇടയ്ക്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കാവോ? ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്നേ. അല്ല മോളെ, ഞാൻ പറഞ്ഞു വരുന്നതേ, ഈ താരയ്ക്ക് കല്യാണി എന്ന് പറഞ്ഞ ജീവനാണല്ലോ. അവളാണല്ലോ ഈ താരയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും സംസാരിച്ചതും ഒക്കെ. രണ്ടുപേർക്കും ആദ്യം മിണ്ടാട്ടം ഇല്ലായിരുന്നു. കല്യാണി ഇപ്പോഴാണല്ലോ മിണ്ടി തുടങ്ങിയത്. ആ സമയത്ത് രണ്ടുപേരും ആംഗ്യഭാഷയോടുകൂടി തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, സങ്കടങ്ങളും ഒക്കെ സംസാരിച്ച് തീർത്തല്ലേ. അപ്പോൾ പിന്നീടല്ലേ നിന്നെ കാണാനായിട്ട് സാധിച്ചത് മോളെ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്നാലും അവരെൻ്റെ അമ്മയല്ലേ. അവരാരെയാ പ്രസവിച്ചത്? എന്നെയല്ലേ പ്രസവിച്ചത്. അപ്പം എനിക്ക് വേണ്ടിയല്ലേ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്. അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കുറേ ലെറ്ററിലൊക്കെ എഴുതി വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സരയുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ മെസ്സേജ് എന്താണെന്ന് എടുത്ത് നോക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ജ്യൂസ് കുടിച്ചു എന്നാണ് താരയുടെ മെസ്സേജ് അവിടെ വന്നിരിക്കുന്നത്. ഇത് കേട്ട സരയുവിന് ഭയങ്കര സന്തോഷം തോന്നി. കണ്ടോ അവർ വാക്ക് പാലിച്ചു. കല്യാണിക്ക് അവർ ജ്യൂസ് കൊടുത്തു. അവരെൻ്റെ അമ്മയാണെന്ന് അവർ തെളിയിച്ചു. ഇനി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവൾ തീർന്നോളും. ഇനി അവൾ തീർന്നെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വീണ്ടും മെസ്സേജ് വരും. അപ്പോൾ എനിക്ക് സന്തോഷമായി മോളെ. അപ്പോൾ അവൾ വാക്ക് പാലിച്ചല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ അവർക്കല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണെന്നേ.
വർഷങ്ങൾക്ക് ശേഷം നൊന്ത് പ്രസവിച്ച മകളെ കാണുകയല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് എന്നെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ജ്യൂസിൽ വിഷം കലർത്തി കല്യാണിക്ക് എൻ്റെ അമ്മ കൊടുത്തു. എന്നിട്ട് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നെ രക്ഷിക്കാനായിട്ട്, എന്നെ കൊടുക്കാനായിട്ട്. അവരൊരിക്കലും ശ്രമിക്കില്ല. അവരെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് സരയു അങ്ങോട്ട് വീമ്പിളക്കി അങ്ങോട്ട് പറയുകയാണ്. ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അവിടെ സരയു സംസാരിക്കുന്നത്. ഇത് കേട്ട ശാരിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. പെറ്റമ്മ എപ്പോഴും പെറ്റമ്മ തന്നെയാണ്. അമ്മ മക്കളോട് കുറച്ച് സ്വാർത്ഥതയൊക്കെ കാണിക്കും. മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അത് എത്ര തെറ്റായ കാര്യങ്ങളാണെങ്കിലും അമ്മ എന്ന വാക്കിന് വലിയൊരു വില തന്നെയുണ്ട്. ഇത് കേട്ട ശാരിയുടെ മുഖഭാവം അങ്ങോട്ട് മാറുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയു പറയാണ്, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ അമ്മയും ആ അമ്മയും ഒരേപോലെ തന്നെയാണ്. ഈ അമ്മയെ എനിക്ക് മറക്കാനായിട്ട് പറ്റുമോ? എനിക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ അമ്മയും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണെന്നൊക്കെ സരയു പറയാണ്. അപ്പോൾ കല്യാണിയുടെ കഥ കഴിഞ്ഞു അല്ലേ മോളെ? തീർച്ചയായിട്ടും കല്യാണിയുടെ കഥ കഴിഞ്ഞു. ഇനി വരട്ടെ, ഓരോരുത്തരും അന്വേഷിച്ച് കല്യാണിയെ തേടി വരട്ടെ. അന്നേരം മനസ്സിലാവും കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് എന്നൊക്കെ ഇങ്ങനെ സരയു പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെയും അതേപോലെ തന്നെ കാദംബരിയാണ്. അപ്പോൾ രതീഷിന് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴാണ് കിരൺ വരുന്നത്. അപ്പോൾ കിരണിൻ്റെ മുഖത്ത് വല്ലാതൊരു ടെൻഷനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ കിരൺ നേരെ രതീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കല്യാണി ഇവിടെ വന്നായിരുന്നോ എന്നാണ് ആ ഒരു ചോദിക്കുന്നത്. ചോദിച്ചപ്പോഴേക്കും ഇല്ല സാറേ, കല്യാണി വന്നില്ല. അല്ല, താരയാൻ്റിയെ കാണാൻ പോകണമെന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പോയായിരുന്നേ, കുറേ സമയമായി. അല്ല, അപ്പം ഇവിടെ വല്ലതും വന്നോ എന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ വന്നേ ഉള്ളൂ. എന്തിനാ സാറേ ആ താരയാൻ്റിയെ കാണാൻ വേണ്ടി കല്യാണിയെ ഒറ്റക്ക് വിട്ടത്? കല്യാണിയെ കൊല്ലാൻ വേണ്ടി വരെ ഒരാൾ വീടിനകത്തായിട്ട് കയറിയതല്ലേ? അതിന് പിന്നാലെയാണ് നമ്മൾ നടക്കുന്നത്. ആ സമയത്ത് കല്യാണി ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പാടുണ്ടായിരുന്നോ? അപ്പോഴേക്കും കാദംബരി പറയാണ്, അല്ലെങ്കിലും രതീഷ് ഏട്ടന് സരയു എന്ന് പറഞ്ഞ ഒരാളെ വിശ്വാസം പോലും ഇല്ല. ഇപ്പോഴും സരയുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രതീഷ് ഏട്ടൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുള്ളൂ കിരൺ സാറേ എന്നിങ്ങനെ കാദംബരി പറയുമ്പോൾ, രതീഷേ, ആ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. കല്യാണിക്ക് ഒരാപത്തും പറ്റില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കല്യാണിയുടെ പിന്നാലെ ഓരോ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണിക്ക് ഒരു ആപത്തും പറ്റില്ല. എൻ്റെ അച്ഛനെ കല്യാണിയെ നിരീക്ഷിക്കാൻ വേണ്ടി കല്യാണിയുടെ പിന്നാലെ തന്നെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണിക്ക് ഒരു ആപത്തും പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാം. സാറേ, സാറിൻ്റെ വിശ്വാസം ഇതാണ്. പക്ഷേ എനിക്ക് ഈ ശാരിയെയും സരയുവിനെയൊന്നും തീരെ അങ്ങോട്ട് വിശ്വാസമില്ലാത്ത കാര്യമാണ്. അവരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അവരുടെ ഉള്ളിൽ നമ്മളോടൊക്കെ ശത്രുതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, എടാ അതെല്ലാം വിട്. പക്ഷേ കല്യാണിയെ കൊല്ലാനായിട്ട് ആരാണ് വന്നത്? അവരെയല്ലേ നമ്മളിപ്പോൾ കണ്ടെത്തേണ്ടത്. അതിന് പിന്നാലെ തന്നെയാണ് ഞാൻ നടക്കുന്നത്. കല്യാണിയെ ആര് കൊല്ലാൻ ശ്രമിച്ചാലും അവരെ ഞാൻ കണ്ടെത്തും. ഈ ഗുണ്ടയ്ക്ക് ഈ പൈസന് ആരാണ് ആ വാതിൽ തുറന്നു കൊടുത്തത്? ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലും എനിക്കറിയണമല്ലോ. എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരെ സംശയിക്കാനായിട്ട് പറ്റുള്ളൂ. അതുവരെയും എനിക്ക് ഏതായാലും ശാരി ആൻറ്റിയെയും സരയുവിനെയൊന്നും സംശയമില്ല. അവരൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് ഇടപഴകി സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. ഏതായാലും കിരൺ സാറിൻ്റെ വിശ്വാസം കിരൺ സാറിനെ രക്ഷിക്കട്ടെ. കല്യാണിക്ക് ഒരു ആപത്തും വരാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി തന്നെയാണല്ലോ ഞങ്ങൾ മുൻപിട്ട് ഇറങ്ങുന്നത്. ശരിയടാ, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ കിരൺ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കിരൺ മറ്റൊരു കാര്യം കൂടി നമ്മുടെ രതീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഒരു വില്ല വെക്കാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. ഒരു കോമ്പൗണ്ടിൽ 4 വില്ലയാണ് വെക്കാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് കിരൺ അവിടെ നിന്ന് പോയത്. അപ്പോൾ നമ്മുടെ കാദംബരി ചോദിക്കുന്നുണ്ട്, എന്തായി ഇപ്പോൾ? നേരത്തെ ഈ കിരൺ സാറിനെയും കല്യാണിയും ഒക്കെ ഭയങ്കര വെറുപ്പും അറപ്പൊക്കെ ആയിരുന്നല്ലോ. അവരെ കൊല്ലാൻ വേണ്ടി വരെ നടന്നേച്ച ആളല്ലേ. ഇപ്പം മനസ്സിലായില്ലേ കിരൺ സാറിൻ്റെ മനസ്സിലൊക്കെ എന്താണെന്ന്? എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നെ. ഇപ്പം ഞാൻ ഏതായാലും കിരൺ സാറിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. കിരൺ സാർ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ കൊല്ലും. അല്ലെങ്കിൽ നീ പോയി ചാവടാ എന്ന് പറഞ്ഞാലും ഞാൻ പോയി ആ നിമിഷം ചാകും. അങ്ങനെ ഞാൻ കിരൺ സാറിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് കാദംബരി എന്ന് പറഞ്ഞപ്പോൾ കാദംബരിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ
CS-നെയാണ്. അപ്പോൾ CS ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണിയെ കൊല്ലാൻ വന്നത് ആരാണെന്നൊക്കെയാണ് CS ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അതിലേറെ ടെൻഷനിൽ വരികയാണ് നമ്മുടെ രൂപ. അപ്പോൾ രൂപ വന്നിട്ട്, അതെ ചന്ദ്രേട്ടാ, ഞാൻ ഒരു ഭയങ്കര ഒരു സ്വപ്നം കണ്ട്, കല്യാണിക്ക് എന്തോ ആപത്ത് വന്നതുപോലെ എനിക്ക് സ്വപ്നം കണ്ടത്. ആ നിമിഷം ഞാൻ കല്യാണിയെ വിളിച്ചു, പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കല്യാണി ഇത് എവിടെ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നോ? അതെന്താ ഫോൺ സ്വിച്ച് ഓഫ്? അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് കല്യാണിയെ വിളിച്ച് സംസാരിക്കാതെ ഒരു മനസ്സമാധാനം കിട്ടില്ല എൻ്റെ ചന്ദ്രേട്ടാ. എനിക്ക് കല്യാണിയോട് ഇപ്പം സംസാരിക്കണം. രൂപ അവൾ എവിടെയെങ്കിലും പോയാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരിക്കും. എന്നാലും ഏതായാലും ചന്ദ്രേട്ടൻ ഒന്ന് കിരൺ മോനെ ഒന്ന് വിളിച്ചേ, ഒന്ന് എനിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ. ശരി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഈ CS നേരെ കിരണിനെ വിളിക്കുകയാണ്. എടാ കിരണേ, കല്യാണി എവിടെയാടാ? എടാ കല്യാണിയെ വിളിച്ചു. കല്യാണിയെ വിളിച്ചിട്ട് കല്യാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആണോ അച്ഛാ? അത് പിന്നെ അച്ഛാ, താരയാൻറ്റിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താരയാൻറ്റിയെ കാണാൻ വേണ്ടി കല്യാണി പോയതാ. കാര്യങ്ങളെല്ലാം സംസാരിക്കണം, എന്നിട്ട് താരയാൻറ്റിയുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ വേണ്ടി പോയതാണ്. എടാ നീ എന്ത് പണിയാ കാണിച്ചത്? നീ എന്തിനാടാ കല്യാണിയെ ഒറ്റയ്ക്ക് വിട്ടത്? എടാ ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ നടന്നു, എന്നിട്ടും നീ ഇത്ര ധൈര്യത്തോടെ കല്യാണിയെ വിടാനുള്ള കാരണം എന്താണ്? എൻ്റെ അച്ഛൻ ഞാനും കൂടി വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് കല്യാണി പറഞ്ഞത് വേണ്ട എന്നാണ്. കാരണം രണ്ടുപേരും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ താര ആൻറ്റി മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാത്രം പോയിക്കോളെ കിരണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വാശി പിടിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛാ? കല്യാണിക്കൊന്നും ഒരാപത്തും വരില്ലെന്നെ. കല്യാണിയുടെ പിന്നാലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എടാ എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതെനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കല്യാണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് പിന്നെ അച്ഛാ, താരാൻ്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത്. അച്ഛനിങ്ങനെ ടെൻഷൻ ആവാതെ. നിൻ്റെ അമ്മേ, എനിക്ക് ഭയങ്കര വാശിയാണ്. കല്യാണി മോളോട് സംസാരിക്കാതെ അയാൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ഞാൻ ഏതായാലും കല്യാണിയെ ഒന്ന് വിളിക്കാം. ശരി എടാ, കല്യാണിയെ വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങളോടൊന്ന് അറിയിക്കണം. അല്ലെങ്കിൽ കല്യാണി മോളോട് എന്നെ ഒന്ന് വിളിക്കാനായിട്ട് പറയണം. ശരിയേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ CS രൂപയോട് പറയണം, കണ്ടോ കല്യാണി മോളുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയതാണ്, അല്ലാതെ അവൾ താരയുടെ വീട്ടിലുണ്ടെന്ന് പറയാണ്. എന്നാലും ചന്ദ്രേട്ടാ, എനിക്കൊരു മനസ്സമാധാനമില്ല. അത്രയ്ക്കും ഭീകരമായ സ്വപ്നങ്ങളാണല്ലോ ഞാൻ കണ്ടത് എന്ന് പറയുമ്പോൾ സമാധാനിക്ക്, കല്യാണം ഉടനെ തന്നെ വരും. അപ്പോൾ അല്ല ഇനി താരയ്ക്ക് എന്താ പ്രശ്നം എന്ന് ഈ യാമിനിയും ചോദിക്കുകയാണ്. അല്ല ഈ താരയ്ക്ക് എന്താ പ്രശ്നമെന്ന് അറിയില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര മൂകതയും സങ്കടവും ഒക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചുമോളെ കാണാൻ പറ്റാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇവിടെ വരാൻ പാടില്ലേ? അല്ലെങ്കിൽ നമ്മൾ കൊണ്ടേ കാണിക്കുകയും ചെയ്യൂലേ? അത് എന്തെങ്കിലും പറഞ്ഞൂടെ? അതൊന്നും പറയുന്നുമില്ല. അല്ലെങ്കിലും അവൾ ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയല്ലേ താമസിക്കേണ്ടത് എന്ന് രൂപ പറയുമ്പോൾ രാമിനിയാണെങ്കിൽ ശരിയാ, താരയെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ എനിക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ ഒരാളായല്ലോ. CS ആണെങ്കിൽ അതിന് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അവൾ സംസാരിക്കുകയില്ല. അതല്ല സാറേ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മിണ്ടിയില്ലെങ്കിലും ആംഗ്യങ്ങൾ കാട്ടാലോ, കണ്ടോണ്ടിരിക്കാലോ. അല്ല ഈ കല്യാണിയും ആദ്യം സംസാരിക്കില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ കല്യാണിയോട് ഇങ്ങനെ ആംഗ്യത്തിൽ സംസാരിച്ച് കുറേ ഭാഷയൊക്കെ എനിക്കും കുറച്ചൊക്കെ വശമുണ്ട് സാറേ. അപ്പോൾ താരയോടും എനിക്ക് അതേപോലെ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ CS തലയ്ക്ക് കൈ വെക്കുകയാണ്. അപ്പോൾ രൂപയാണെങ്കിൽ ദൈവമേ, കല്യാണി എത്രയും പെട്ടെന്ന് വിളിച്ചാൽ മതിയായിരുന്നു, എൻ്റെ മനസ്സമാധാനം ഉള്ളത് പോയി എന്നും പറഞ്ഞുകൊണ്ട് രൂപ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ CS-ഉം അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ സരയു പരക്കം മാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. നടന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ എന്തെങ്കിലും വിവരം ഉണ്ടോ മോളെ? എന്ത് വിവരം? ഒരു വിവരവും ഇല്ല. ഏതായാലും ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ലല്ലോ. ആരെങ്കിലും ഒന്ന് വിളി വരട്ടെ, എന്നാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാം സംശയിക്കൂലേ? ഇപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്താണെന്ന് എനിക്ക് അവരോട് പറയാലോ. കിരണിൻ്റെ വിളി ഏതായാലും ഉടനെ എന്നെ തേടി എത്തും. താരയാൻ്റെ വീട്ടിലേക്ക് പോയതാണല്ലോ കല്യാണി, ഇതുവരെയായിട്ട് ഒരു വിവരവും ഇല്ല എന്ന് എന്നോട് വിളിച്ച് പറയും. അപ്പം ഞാൻ പറയും ഞാനേ ഹോസ്പിറ്റലിലാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കും. പിന്നെ കിരൺ നേരെ താരയാൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാകുമല്ലോ. അതോടെ കഥ അവസാനിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ സരയു പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശാരിക്ക് അത്രയൊന്നും ദഹിക്കുന്നില്ല. ശാരി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മോളെ അപ്പോൾ ഈ താര ശരിക്കും പറഞ്ഞ് ജ്യൂസ് കൊടുത്തിട്ടുണ്ടാവില്ലേ? പിന്നെ കൊടുത്തെന്ന് പറഞ്ഞല്ലേ മെസ്സേജ് അടിച്ചത്?
അവളുടെ കഥ തീർന്നിട്ടുണ്ടാവും. പിന്നെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് വന്നാലും അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോളും. അല്ലെങ്കിലും ഒരമ്മമാർ മക്കളെ വഞ്ചിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. അതല്ല മോളെ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നീ ഇപ്പം കിരണിനെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ, ഇപ്പം കിരണിൻ്റെ കുഞ്ഞിനെ നിനക്ക് സ്നേഹിക്കാനായിട്ട് കഴിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ആ കല്യാണിയുടെ കുഞ്ഞിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ വെറും അഭിനയമല്ല അമ്മേ. അതായാലും കല്യാണി ഒന്ന് അവസാനിച്ചെന്നറിയട്ടെ. അതിനുശേഷം കിരണിൻ്റെ മനസ്സിലേക്ക് ഞാൻ എങ്ങനെയെങ്കിലും കടന്നു കൂടുക തന്നെ ചെയ്യും മോളെ. എനിക്ക് തോന്നുന്നില്ല കല്യാണിയെ കിരൺ മറക്കുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. കല്യാണിയെ ജീവനത്തിലും സ്നേഹിക്കുന്ന ഒരാളാണ് കിരൺ. അമ്മ ഒന്ന് മിണ്ടാതിരിക്കാവോ? എപ്പം നോക്കിയാലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എങ്ങനെയെങ്കിലും ഞാൻ കിരണിൻ്റെ മനസ്സിലേക്ക് കടന്നു കൂടും. ഞാൻ കിരണിനെ നേരത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളാണല്ലോ. ആ സമയത്താണല്ലോ കല്യാണി ഭക്ഷണവും ചായയായിട്ടൊക്കെ വന്ന് കിരണിൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചത്. അപ്പോഴല്ലേ എൻ്റെ ജീവിതം തകർന്നത്. അതേപോലെ തന്നെ ഞാൻ അവനോട് സ്നേഹിച്ച് ഞാൻ അവൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി ചെല്ലും. അങ്ങനെ അവൻ എന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും. അതിനുശേഷം കല്യാണിയൊക്കെ മറന്നോളും. അവളുടെ ഫോട്ടോ പോലും ഞാൻ ആ വീട്ടിൽ വെക്കില്ല. ആ വീട്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എല്ലാം എടുത്തു മാറ്റും. പിന്നെ ഞാൻ എന്നുള്ള ചിന്ത മാത്രമേ കിരണിൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. മോളെ, ഇതൊക്കെ ഇത്രയും ആഗ്രഹിക്കാനൊക്കെ വരട്ടെ. ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനുശേഷം നീ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നടക്കും, ഉറപ്പായിട്ട് നടക്കും. ദേ, എൻ്റെ മുന്നിലേക്ക് വിളി വരും, കല്യാണി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.